ട്രേഡിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 years കഴിഞ്ഞ് 4 yearsലേക്ക് സ്റ്റാർട്ടാകുമ്പോൾ 4 yearsലോട്ടാവുന്നു. അപ്പം ഇപ്പോഴും കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ 4 years എന്ന് പറയുമ്പോൾ ഐ സ്പെൻഡ് ദ 4 years കറക്റ്റ് 4 years തന്നെ. ഐ മീൻ 3 years അല്ലെ 3 years അബോവ് ഞാൻ കംപ്ലീറ്റ്ലി ഇതിനേക്ക് തന്നെയാണ് കൊടുത്തത്. ഐ മീൻ ഒരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറച്ചേറെ ആൾക്കാരും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മാർക്കറ്റിൽ. സേ ഫോർ ആൻ എക്സാമ്പിൾ, ഒരു 6 വർഷം 5 വർഷം ഒക്കെ എക്സ്പീരിയൻസ്. എനിക്ക് ബിഗിനേഴ്സ് മെസ്സേജ് അയക്കുന്നത് കുറവാണ്. കാര്യം, ഒന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന പല കാര്യങ്ങളും സ്ലോ ആണ്, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ. ഇപ്പം എൻ്റെ യൂട്യൂബിൽ ടേപ്പ് റീഡിങ് വീഡിയോ കാണുമ്പോഴായാലും ഒരു ബിഗിനർ അല്ല അത് കാണും. എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് കറക്റ്റ് ഉറപ്പായിട്ട് അറിയാം ഒരു ബിഗിനർ അല്ല ആ വീഡിയോ കാണുന്നത്. ഒരു ബിഗിനർ ഒരിക്കലും ആ വീഡിയോ കണ്ടിരിക്കില്ല. ബിക്കോസ് ഞാൻ അതിനകത്ത് ഒരു കാര്യം ടീച്ച് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. എനിക്ക് ഉറപ്പാണ് ആ വീഡിയോ കാണുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ICTയുടെ ചാനലിൽ ഒരു 2 വർഷം 3 വർഷമെങ്കിലും സ്പെൻഡ് ചെയ്ത ഒരാളായിരിക്കണം ആ വീഡിയോ കാണുന്നത്. ആസ്ക് യുവർ സെൽഫ്. ബിഗിനേഴ്സും കാണുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ മെജോറിറ്റി പീപ്പിൾ ആർ ICT ട്രേഡേഴ്സ് ഹു ആർ ട്രേഡിങ് 2 to 3 years ഉറപ്പാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിലൂഷണൽ വേൾഡിലായിരിക്കും, ഒരു ഇല്യൂഷനിലായിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ 1 year ഞാൻ എന്തോ സക്സസ് ആവുമെന്ന് വിചാരിച്ചു. 2 year, ഐ മീൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ മീൻ ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു എക്സാക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവണം. ലൈക്ക് വെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്നുള്ളൊരു സംഭവം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം, ഇതൊരു പ്രോസസ്സാണ്, ഇത് സമയമെടുക്കും. അത് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് കംഫർട്ട് സോൺ മാത്രം കൂടെ മാറും. കാര്യം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇഫ് യു ആർ മേക്കിംഗ് സെയിം മിസ്റ്റേക്ക് ഓവർ ആൻഡ് ഓവർ, ആൻഡ് അതൊരിക്കലും നോർമലല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്യും, അത് ഓക്കെയാണ്. ബട്ട് ദ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റിംഗ് ഓവർ ആൻഡ് ഓവർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. ഈ ഒരു സെയിം മിസ്റ്റേക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ടൈം നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നില്ല. ലൈക്ക് യു ആർ ജസ്റ്റ് ഡൂയിങ് ദ സെയിം തിങ്, സെയിം ഷീറ്റ് എവറി ഡേ. ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ ചേഞ്ച് ഉണ്ടാവണം. ചേഞ്ച് നല്ല രീതിയിലും കൊണ്ടുവരാം, ചീത്ത രീതിയിലും കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സെറ്റപ്പ് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് ട്രേഡിങ്ങുമായിട്ട് സെറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാം. നിങ്ങൾക്ക് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്വിറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബെറ്റർമെൻ്റായിട്ട് ചിന്തിച്ച്, ഇപ്പം എൻ്റെ സൈക്കോളജിയാണ് കുഴപ്പമെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു ടു ഗെറ്റ് എ പ്രോപ്പർ ഡിസിപ്ലിൻ ഓർ പ്രോപ്പർ കൺസിസ്റ്റൻസി ഓർ പ്രോപ്പർ ട്രേഡിങ് ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാത്ത മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചിന്തിക്കുന്നത് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 2 ഡിസിഷനാണ് അവിടെ ഉള്ളത്. അതിലേത് ചൂസ് ചെയ്യുന്നുള്ളതാണ്. ഈവൻ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം, കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വരും തോട്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി. ഇപ്പോൾ എൻ്റെ 100% ഞാൻ ഇട്ട് കഴിഞ്ഞു, ഇതിക്കുള്ളിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, ട്രേഡിങ് ഈസ് നോട്ട് ഫോർ മീ എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ഒരു പ്രോസസ്സിൽ കൂടെ ഒക്കെ എല്ലാവരും കടന്നു പോകുന്നതാണ്. അത് ഒരിക്കലും നോർമൽ അല്ല. അതൊരിക്കലും റെയർ അല്ല. ഇറ്റ്സ് നോർമൽ തിങ് ഇൻ ട്രേഡിങ് ഫീൽഡ്. ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്വിറ്റ് ചെയ്യാനുള്ള തോട്ട് പ്രോസസ്സും എല്ലാം ഉണ്ടാവും. അതങ്ങനെയാണ്, ആ ഫാക്റ്റ് അങ്ങനെയാണ്. ഒരിക്കലും ഞാൻ പറയുമല്ല ട്രേഡിങ് ഈസ് ഞാൻ ഇപ്പോഴും ഇന്നത്തെ ദിവസം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, ട്രേഡിങ് ഈസ് നോട്ട് ആസ് സിമ്പിൾ. ട്രേഡിങ് ഒരിക്കലും സിമ്പിളല്ല. ഒരു ട്രേഡറാണ് അതിനെ സിമ്പിളാക്കുന്നത്, ഒരു പേഴ്സൺ ആണ് അതിനെ സിമ്പിളാക്കി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒറ്റൊരു ക്വസ്റ്റ്യൻ, ട്രേഡിങ് സിമ്പിളാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര മെറ്റീരിയലിസ്റ്റിക് ഡേറ്റാസ് ഇത്രയും ഫെയിലൂർ പറയുന്നു? അത് മാത്രമല്ല, നമുക്ക് കാണാം എന്തുകൊണ്ട് ഇത്ര ട്രേഡേഴ്സ് ഫെയിലാവുന്നു. ഈവൻ വൈ ആർ യു ഫെയിലിങ്? ആൻഡ് നിങ്ങളൊരു 4-5 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വൈ ആർ യു സ്റ്റിൽ ഫെയിലിങ്? സോ ഐ എം ടെല്ലിങ് യു, ട്രേഡിങ് ഈസ് നോട്ട് ദാറ്റ് ആസ് സിമ്പിൾ. ബട്ട് നമുക്കതിനെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം,
നിങ്ങളൊരു ICT ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ICTയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ലൂപ്പ് പോലെയാണ്. ഒരു ട്രയാങ്കിൾ പോലെയാണ്. അതിനകത്ത് നിങ്ങൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡ്, അനദർ സൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ICTയുടെ ചാനലിനെ കുറ്റപ്പെടുത്തുമല്ല. എൻ്റെ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന പല കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടാവും. സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളയാം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നത് ഇവിടെ മുതൽ കണ്ട് തുടങ്ങണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോർ കണ്ടന്റ് അറിയാമെങ്കിൽ, ജസ്റ്റ് ഫെയർവാലി ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ക്ലീനായിട്ട് അറിയാമെങ്കിൽ, ഏതെങ്കിലും PDRAs അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ്, ഈവൻ പഴയ പ്ലേലിസ്റ്റ് പാറ്റേൺ റെക്കഗ്നേഷൻ ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ എഗെയിൻ നിങ്ങൾ പുതിയ ട്രാപ്പിലേക്ക് പോയി പെടുകയാണ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ദ മോർ യു ലേൺ ദ മോർ യു ഏൺ എന്നുള്ളൊരു സംഭവം അല്ല ട്രേഡിങ്ങിൽ. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. ബിക്കോസ് എനിക്ക് ICT പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതായിട്ടൊന്നുമല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും, ഈവൻ 2024 മെൻറ്റർഷിപ്പ് വരെ ഞാൻ അപ്ഡേറ്റഡ് ആണ്. അതിനൊരു റീസണുണ്ട്. ഞാനൊരു മെൻറ്ററും കൂടാണ്. സോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഷുഡ് ബി ഓക്കെ, എനിക്കത് ക്ലിയർ ചെയ്യാനുള്ളൊരു നോളജ് എനിക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നോളജ് അക്യൂർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ 2023 മെൻറ്റർഷിപ്പിൽ എനിക്കൊരു സെറ്റപ്പ് ഞാൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഇനി ലൈഫ് ലോങ് സെറ്റപ്പ് എൻ്റെ മെൻറ്റർഷിപ്പിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്കിനി ICT 2025 ഇനി 100% വിൻ റേറ്റ് ഉള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ബിക്കോസ് എൻ്റെ സെറ്റപ്പ്, എൻ്റെ മൈൻഡ് സെറ്റ്, എൻ്റെ റിസ്ക് എല്ലാം ഈ ഒരു സെറ്റപ്പായിട്ട് ബ്ലെൻഡായി പോവാണ്. ഞാൻ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെന്നാണ്. സ്ട്രാറ്റജി അല്ല ഒരിക്കലും സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ റിസ്ക് റിവാർഡ് ഇൻക്ലൂഡ് ചെയ്യും, നമ്മുടെ സൈക്കോളജി, നമുക്ക് എങ്ങനെ ആ ഒരു സംഭവം ട്രേഡ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ആണ്. അതിപ്പോൾ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ തിങ് ആണ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ തിങ് ആണ്. ആ ഒരു സ്ട്രാറ്റജിയെ സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറിൻ്റെ ജോലി. ഓക്കെ, അപ്പം ആ കാര്യം ശ്രദ്ധിച്ചോളാം. ഞാൻ ഒരിക്കലും ICTയുടെ വീഡിയോ കാണരുതെന്നല്ല പറയുന്നത്. ഞാൻ ആ പരിപാടി നിർത്തി. ഒരു 6 മാസം മുന്നേ ഞാനത് നിർത്തി. 2024 ഇറങ്ങിയിട്ട് മാത്രമാണ് ആ ചാനലിലേക്ക് ഞാൻ തിരിച്ചു പോയത്. ഞാൻ നേരത്തെ ലൈവ് ഇരുന്നു. ഞാൻ വിചാരിക്കും ടൈം വെറുതെ പോലെ ലൈവ് ഇരുന്നു. പക്ഷേ അത് ഞാൻ പറയുന്നത് എഗൈൻ എന്നെ ഹാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കി സ്റ്റോപ്പ് വാച്ചിങ് ICT കണ്ടൻറ്റ്സ് or any trading stuff from YouTube or any, because I already have the thing. Okay, എനിക്ക് പക്കയായിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എനിക്ക് ക്ലീൻ ആയിട്ട് എന്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു മൂവ് വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, അല്ല ക്ലീൻ ആയിട്ട് എനിക്ക് ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് ട്രേഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. സോ ഈ ഒരു സ്റ്റേജിൽ കൂടെ ആയാലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം അറിയാം പക്ഷേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ട്രേഡ് ചെയ്യുമ്പോൾ ഫെയിൽ ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സെറ്റപ്പ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. ഇഫ് യു നോസ്, നിങ്ങൾക്ക് എല്ലാം അറിയാം, ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ടെന്നുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് റീഡ് ചെയ്യാൻ അറിയായിരിക്കും. പക്ഷെ ഒരു സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനെങ്കിൽ എൻ്റെ മെൻറ്റർഷിപ്പുള്ള ആൾക്കാരോട് പറയുന്നതാണ്, ഞാൻ ടീച്ചിങ് കണ്ടൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാനായിട്ടല്ല വരേണ്ടത്, എൻ്റെ ഇവിടെ ലൈവാണ് ഇരിക്കേണ്ടത്. ബിക്കോസ് ഈ ഒരു സംഭവങ്ങൾ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് ലൈവായിട്ടിരുന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, ഈ ടീച്ചിങ് കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ അരി, വെള്ളം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതേപോലെ ഇൻഗ്രീഡിയൻസ് ആണ് വാട്ട് യു ആർ ലേണിംഗ് ഫ്രം ദി ചാനൽ ഓർ ടീച്ചിങ് കണ്ടൻറ്റ്സ്. നിങ്ങൾ അത് യൂസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള റെസിപ്പി നിങ്ങൾ ബിൽഡ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? അതേപോലെയാണ് ട്രേഡിങ്ങിലും. ഈവൻ നിങ്ങൾക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ലിക്വിഡിറ്റി സ്വീപ്പും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ഓർഡർ ബ്ലോക്കും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. 2022 മെൻറ്റർഷിപ്പിൽ എന്താണ് പറയുന്നത്? പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി, ഒരു ടട്ടിൽ സൂപ്പ് കിട്ടുക, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, റീട്രേസ്മെൻറ്റ് ഓൺ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഷോർട്ടിങ് ഓർ ബൈയിങ് എന്നുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതൊരു സെറ്റപ്പ് ആക്കി എടുക്കുന്നത് എത്ര പേരാണ്? 2022-ലും 23-യോ ഇറ്റ് കുഡ് ബി എനിത്തിങ്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായി 23 വാച്ച് ചെയ്ത് തുടങ്ങിയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ 22 വാച്ച് ചെയ്തിട്ടാണ് 23 വാച്ച് ചെയ്തത്. എനിക്ക് കുറേ കൂടെയൊക്കെ ഞാൻ കൊടുത്ത ടൈമിന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള 23-ലാണ്.
22-ലൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലീനായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം 2025-ലേക്ക് കടക്കാൻ. അതായത് ഐ മീൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മെൻറ്റർ ICT ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ ഞാനാണെന്ന് പറഞ്ഞാൽ, ആരാണെന്ന് പറഞ്ഞാലും യു ഡോണ്ട് കെയർ. ബിക്കോസ് ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കായാലും ICT എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെയോ എനിക്ക് ആൾക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓരോ ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം. പീപ്പിൾ ക്യാൻ ഇൻഫ്ലുവൻസ്, ബട്ട് ദ ചേഞ്ച് കൊണ്ടുവരേണ്ട ആ ഒരു സംഭവം നിങ്ങൾ തന്നെ ആയിരിക്കണം. അവിടെ വേറെ ഒരു മനുഷ്യർക്കും റോളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ എന്ത് ലൈഫിലാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു. ഇപ്പം 2 പേര് ജിമ്മിൽ പോകുന്ന വിചാരിച്ചു, പെട്ടെന്ന് ഒരാൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളും ക്വിറ്റ് ചെയ്യും. 2 ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൽ യൂഷ്വലി നടക്കുന്നൊരു സംഭവമാണ്. ഒരു സൈക്കോളജി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ജിമ്മിൽ പോകുന്ന ഒരാൾ, ഒറ്റയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരാൾ ലൈഫിൽ എന്ത് വന്നാലും നേരിടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ബിക്കോസ് അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അന്ന് മുതലാണ് എനിക്കിങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ജിമ്മിൽ പോകുമ്പോൾ ഒരാൾ കൂടെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ എൻ്റെ മൈൻഡ് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയെടുത്തു. ഞാൻ ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്തത്. ഞാൻ ജസ്റ്റ് പറയാണ്. സോ എന്താണ് ഒരു മെൻറ്റർഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ് കമ്മ്യൂണിറ്റി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിങ് കരിയറിൽ നല്ല ചൂസ് വൈസ്ലി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ചൂസ് വൈസ്ലി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആഫ്റ്റർ യു ചൂസ്, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കിട്ടിയ സാധനം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ 100% വെളിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ മെൻറ്റർഷിപ്പുള്ള ആൾക്കാരുടെ ഞാൻ പറയുന്നത് സെറ്റ് ഓഫ് റൂൾസും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 8 വീക്കിൻ്റെ ഡേറ്റാസാണ് അവരെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇറ്റ്സ് മീൻസ് 2 months. അവർക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതവരാണ്, പഠിക്കേണ്ടതവരാണ്, നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതവരാണ്, എല്ലാം അവരാണ്. ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാം പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുക അറ്റ് എനി ടൈം എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പം ഇത് ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ഔട്ട്കം ഉണ്ടാവില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാരും ഡീപ്പായിട്ട് അവരെങ്ങനെയാണ് ആസ് എ പേഴ്സൺ അവർ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ എന്ന് ഞാൻ സംസാരിച്ചിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്കാണ് ഇപ്പോൾ ഇത്ര ഉള്ള ആൾക്കാർ പക്കയാണ്. ഇതുവരെയായിട്ടും എനിക്ക് വേറെ ബാഡൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കാണുമല്ലോ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ, ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ പോലും ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ പോലും ഇങ്ങോട്ട് റിപ്ലൈ തരാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ബിക്കോസ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് ടൈം യു ആർ പുട്ടിങ്. നിങ്ങൾ ഇടുന്ന ടൈം കറക്റ്റ് ആണെങ്കിൽ ഡസൻറ്റ് മാറ്റർ. ഈവൻ 2-3 months കൊണ്ട് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം. ഞാൻ ഓപ്പണായിട്ട് പറയണം, 2-3 months കൊണ്ട്. പക്ഷേ ഡേറ്റാസ് ഉണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ ഒരു 1 week കൊണ്ട് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ 1 month കൊണ്ട് പ്രോഫിറ്റബിൾ ആകും എന്ന് പറയുന്നതിന് റീസൺ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ബണ്ടിൽ ഓഫ് ഡേറ്റാസ് ഉണ്ട്. ഐ എം ഷോയിങ് ദം ആൻഡ് ബിൽഡിങ് ദ കോൺഫിഡൻസ് ടു ദം. ആൻഡ് ട്രേഡ് ചെയ്യുന്നതും ട്രേഡ് എടുത്തതും SL അടിച്ചതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ ദേ നീഡ് ടു വർക്ക് ഓൺ ദാറ്റ് സെയിം സെറ്റപ്പ് ഫോർ എ വീക്ക് ഓർ ഫോർ 1 month. സോ ദേ വിൽ സീ ദ സെയിം ഷിറ്റ് വർക്കിംഗ് ഓൺ ദെയർ മാർക്കറ്റ് ഓൾസോ. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി കാര്യങ്ങൾ. മെസ്സേജസ് വരാറുണ്ട് കുറേ. ICTയുടെ വരുന്ന എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. 5 years എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്കറിയില്ല എൻ്റെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത്. ഞാൻ നിൽക്കുന്നത് ഒരു റോഡ് സൈഡിലാണ്. ഇനി നിങ്ങളെ കാണിച്ചു തരാം. സോ ശരിയെന്നാ, ബൈ.